രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കെതിരെ കോടതിയിൽ ഹർജി. മുസഫർപൂർ കോടതിയിൽ അഭിഭാഷകൻ സുധീർ ഓജയാണ് ഹർജി നൽകിയത്. ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ കേസെടുക്കണമെന്നും ആവശ്യം. രേഷ്മ ശാന്ത അശോകനുണ്ട്. രേഷ്മ, വിവരങ്ങൾ. ആതിര, പാർലമെന്റിന്റെ ആദ്യ സമ്മേളന ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെ വിമർശിച്ചിട്ടുള്ള സോണിയാഗാന്ധിയുടെ പരാമർശത്തിലാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ മുസാഫർപൂർ കോടതിയിലാണ് സോണിയക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. മുസാഫർപൂർ സ്വദേശിനിയായ അഭിഭാഷകൻ സുധീർ ഓജയാണ് സോണിയക്കെതിരെ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ പ്രഥമ വനിതയെ സോണിയാഗാന്ധി അനാദരവ് കാണിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാവം എന്ന പ്രയോഗത്തിലൂടെ രാഷ്ട്രപതിയെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ സോണിയാഗാന്ധി അപമാനിച്ചു. അത് രാജ്യത്തെ പരമോന്നത ഭരണഘടനാ അധികാരിയോടുള്ള അനാദരമാണെന്നും ഹർജിയിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതിലെ കൂട്ടുപ്രതികളാണെന്നും ഇവർക്കെതിരെയും ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും സുധീർ ഓജ ഹർജിയിൽ പറയുന്നുണ്ട്. കേസ് ഫെബ്രുവരി 10 കോടതി പരിഗണിക്കും. വലിയ വിവാദമുണ്ടാക്കിയ ഒരു പരാമർശമായിരുന്നു സോണിയാഗാന്ധിയുടേത്. നയപ്രഖ്യാപന പ്രസംഗം നടത്തി രാഷ്ട്രപതി തളർന്നുപോയി, അല്ലെങ്കിൽ രാഷ്ട്രപതി ക്ഷീണിച്ചു പോയി എന്നായിരുന്നു സോണിയയുടെ പരാമർശം. അവസാനം പാവത്തിന് സംസാരിക്കാൻ പോലും ആയില്ല. പാലിക്കപ്പെടാത്ത മോഹന വാഗ്ദാനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയതെന്നായിരുന്നു സോണിയയുടെ പരാമർശം. പിന്നാലെ രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന വിമർശനവുമായി പ്രധാനമന്ത്രിയും NDA നേതാക്കളും എല്ലാം പരാമർശത്തിന് പിന്നാലെ രംഗത്തെത്തി. സോണിയയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്നായിരുന്നു പിന്നാലെ രാഷ്ട്രപതി ഭവന്റെയും പ്രതികരണം. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുടെ അന്തസ്സിന് കളങ്കം വരുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് സോണിയ നടത്തിയതെന്നായിരുന്നു രാഷ്ട്രപതി ഭവന്റെ പ്രതികരണം. ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള നേതാവിന്റെ പ്രസംഗം ആഠ്യ കുടുംബത്തിന് മുഷിച്ചിലായി എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണം. എന്നാൽ സോണിയാഗാന്ധിയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു മകളും ലോക്സഭാ MPയുമായ പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയത്. അമ്മയ്ക്ക് 78 വയസ്സായി. അവർ ആരെയും അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, രാഷ്ട്രപതിയോട് ഒരിക്കലും അനാദരവ് കാണിച്ചിട്ടില്ല. ഏറെ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു രാഷ്ട്രപതിയുടെ എന്ന് മാത്രമാണ് അമ്മ സോണിയാഗാന്ധി ഉദ്ദേശിച്ചതെന്നായിരുന്നു മകൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. സോണിയക്കെതിരായ ഹർജിയിൽ ഇതുവരെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നും പ്രതികരണമായി വന്നിട്ടില്ല. കോൺഗ്രസ് നേതൃത്വമോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും അവരുടെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആതിര. ശരി, രേഷ്മ ശാന്ത അശോകനാണ് വിശദാംശങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്.